ഹലോ, എല്ലാവർക്കും സുഖമല്ലേ? ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു നാടൻ തോരനാണ് കേട്ടോ. അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് മത്തങ്ങയുടെ ഇല, മത്തങ്ങയുടെ ഇലയും കുറച്ച് പൂവും എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള തോരനാട്ടോ. ഞാനത് ഇലയും പൂവും കൂടി ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. നമ്മൾ ഉപയോഗിക്കുന്ന ഇല ഉപയോഗിക്കുമ്പോൾ അതിൻ്റെ ചെറിയ കൂമ്പല ഉപയോഗിക്കുക. പിന്നെയാണെങ്കിൽ അതിൻ്റെ ആ കൂമ്പിൻ്റെ അറ്റത്ത് കാണുന്ന ഒരു വള്ളി പോലെയുള്ള ആ ഇതുണ്ടല്ലോ, അത് ആ തണ്ടോട് കൂടി നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന കേട്ടോ. നമ്മൾ വെറുതെ നിസ്സാരമെന്ന് തോന്നുന്നു, പക്ഷെ ഇതിന് കുറേ ഗുണങ്ങളുള്ളതാണ് പറയുന്നത് കേട്ടോ. വൈറ്റമിൻ എ, സി, കെ, അയൺ, പൊട്ടാസ്യം, കാൽസ്യം, അങ്ങനെ കുറേ ഗുണങ്ങളുള്ള ഒരു ഇലവർഗമാണ് മത്തന്റെ ഇല എന്ന് പറയുന്നത്. ഇത് നമ്മുടെ വിഷനെ സഹായിക്കുന്ന പറയുന്നത്. പിന്നെ നമുക്കിടെ ഇമ്മ്യൂണിറ്റി, നമ്മുടെ ബോൺ ഹെൽത്ത്, ഡൈജഷൻ, അതിനെല്ലാം നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ് ഈ മത്തന്റെ ഇല എന്ന് പറയുന്നത്. നമുക്ക് അതിനായിട്ട് വേണ്ടിയിട്ട് ഇത് അരപ്പ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട്, അരപ്പല്ല ജസ്റ്റ് ക്രഷ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു 3-4 ചുവന്നുള്ളി എടുത്തിട്ടുണ്ട്. ഞാൻ 4 പച്ചമുളക് എടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് തേങ്ങ, പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി, സാധനങ്ങൾ ജസ്റ്റ് ഒന്ന് ചതയ്ക്കാൻ വേണ്ടിയിട്ടാണ്, ചതച്ചെടുക്കാൻ വേണ്ടിയിട്ട്. പിന്നെ വേണ്ടത് നമുക്ക് കടുക് പൊട്ടിക്കാൻ വേണ്ടിയിട്ടില്ല ചുവന്നുള്ളത്. നമുക്ക് ഈ തേങ്ങ ഒന്ന് ജസ്റ്റ് ക്രഷ് ചെയ്തെടുക്കാം. ഒരു അരയെ ജസ്റ്റ് ക്രഷ് ചെയ്തെടുക്കാം. മഞ്ഞൾപ്പൊടി, പച്ചമുളക്, ചുവന്നുള്ളി, തേങ്ങപ്പൊടി, സാധനങ്ങൾ നമുക്ക് ക്രഷ് ചെയ്തെടുക്കാം. ഈ രീതിയിൽ ചതച്ചാൽ മതി കേട്ടോ. എന്നിട്ട് ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. പാൻ ചൂടായിട്ടുണ്ട്. എന്നിട്ട് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇനി അതിലൊരു കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. സവോള വഴറ്റിട്ടുണ്ടെങ്കിൽ നമുക്ക് അരച്ച് വെച്ചിരിക്കുന്ന ചതച്ച് വെച്ചിരിക്കുന്ന തേങ്ങ ഇട്ട് കൊടുക്കാം. നമുക്ക് ആ തേങ്ങ ഒന്ന് ചൂടാവട്ടെ. അതുപോലെ ഒന്ന് ചൂടാവണം. തേങ്ങ ഒരു 1-2 മിനിറ്റ് വഴറ്റിയിട്ടുണ്ട്. തേങ്ങ ഒരു ചെറുതായിട്ട് ഡ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. നമുക്ക് അരിഞ്ഞ് വെച്ചിരിക്കുന്ന ഈ ഇല ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ആവശ്യം ഉപ്പിട്ട് കൊടുക്കാം. ഞാൻ കുറച്ച് വെള്ളം തളിച്ചു കൊടുക്കുക കേട്ടോ. എന്നിട്ട് നമുക്ക് നല്ലപോലെ ഇളക്കി മിക്സ് ചെയ്തിട്ട് ഒരു 5 മിനിറ്റ് മൂടി വെച്ച് വേവിക്കാം. അപ്പോഴത്തേനും അത് നല്ലപോലെ വേവിച്ചിരിക്കും. ഇപ്പോൾ ഇത് 5 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്ക് തുറന്ന് നോക്കാം. ഈ 5 മിനിറ്റിന്റെ ഇടയ്ക്ക് ഞാനൊരു 2-3 തവണ ഓപ്പൺ ചെയ്ത് ഇളക്കിയിട്ട് കൊടുക്കാറുണ്ട് കേട്ടോ. കാരണം അല്ലെങ്കിൽ ഇതിൻ്റെ അകത്ത് വെള്ളം ആവശ്യമായിട്ട് അത് കുറഞ്ഞു. അതുകൊണ്ട് നമ്മൾ ഇടയ്ക്കൊന്ന് ഇളക്കിയിട്ട് കൊടുക്കണം 1-2 പ്രാവശ്യം. ഇനി നമുക്കിത് തുറന്ന് വെച്ചിട്ടൊരു 1-2 മിനിറ്റ് ഒന്ന് ഇളക്കി. കുറച്ച് വെള്ളം ഉണ്ടെങ്കിൽ ഒന്ന് ഡ്രൈ ആയി പോകണം. നമ്മുടെ മത്തങ്ങ അതിൽ തോരൻ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇത് നല്ല ടേസ്റ്റാണ്. നിങ്ങൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് എൻ്റെ റെസിപ്പി ഇഷ്ടമാവുകയാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക് യു.